എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവരും സുഖമായിരിക്കുന്നു, സുഖമായി സന്തോഷമായിരിക്കും കൂട്ടുകാരെ. ഇന്ന് മുറ്റത്ത് അതിഥികൾ എത്തിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കൂടാതെ ഇന്ന് തനി നാടൻ സ്റ്റൈല് മത്തി മുളകിടുന്നത് വളരെ ടേസ്റ്റിയും വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളും അടങ്ങിയ അടിപൊളി വ്ളോഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. എന്നാൽ പിന്നെ വ്ളോഗ് ആരംഭിച്ചാലോ കൂട്ടുകാരെ? വ്ളോഗിലേക്ക് പോകുന്നു കേട്ടോ. രാവിലെ ചായയൊക്കെ റെഡിയാക്കി വെച്ച ശേഷം കേട്ടോ ഞാൻ വേഗം തന്നെ മുറ്റം തൂക്കാനായിട്ട് പോയത്. അതിനെ മുറ്റൊക്കെ തൂത്തോ തീയൊക്കെ ഇട്ട ശേഷം നേരെ വന്നതാ ചായ കുടിക്കാനായിട്ടോ പോകുന്നത്. പാത്തൂസ് ഇട്ടിട്ടുണ്ട്, പാത്തൂസിനുള്ള ചായയും ഒഴിച്ച് വെച്ചിട്ടോ. അതിന് ശേഷം വേഗം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ പൊട്ടിനുള്ള പൊടിയൊക്കെ നനച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പാത്തൂസ് മദ്രസയിൽ പോകുന്ന തിരക്കാട്ടോ. മോൻ രാവിലെ തന്നെ 6 മണിക്ക് പോയിട്ടോ, പിന്നെ 8 മണിക്ക് തിരിച്ചു വരും. അവനാട്ടോ മദ്രസയിലേക്ക് പാത്തൂസിനെ കൊണ്ടുപോവുക. അപ്പോൾ വേഗം തന്നെ പുട്ട് റെഡിയാക്കി എടുത്തു. പഴമുണ്ട്, പിന്നെ മുട്ട റോസ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മോൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവനുള്ള പുട്ടും മുട്ട റോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അവന് പഴം ഇഷ്ടമില്ല, അവന് മുട്ട റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ പോയിട്ടുള്ളത്. അപ്പം മുട്ട റോസ്റ്റ് റെഡിയാക്കി വെച്ചതും അതും കൂട്ടി അങ്ങോട്ട് കഴിക്കാനായിട്ട് അവൻ കൊണ്ടുപോയി. അതിനെ തൊട്ട് പിന്നാലെ പാത്തൂസിനുള്ള ഫുഡ് എടുത്തു. പഴവും പുട്ടും എന്ത് കോമ്പിനേഷനല്ലേ! അങ്ങോട്ട് കഴിച്ച് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ അടുപ്പത്ത് മീൻ കറിക്കുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. അങ്ങനെ ഉമ്മ ക്ലീൻ ചെയ്ത മീൻ തന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മ കേട്ടോ എപ്പോഴും എനിക്ക് ക്ലീൻ ചെയ്ത് തരാറ്. അപ്പോൾ പിന്നെ വേഗം തന്നെ കുക്കിംഗ് എളുപ്പമാവൂലേ. അപ്പോൾ നമുക്ക് ഉമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പണികളൊക്കെ തീരും. മീനൊക്കെ ക്ലീൻ ചെയ്ത് തരും, അരിയേണ്ട കാര്യങ്ങളൊക്കെ അരിഞ്ഞു തരും. അതൊക്കെ ഒരു സഹായമല്ലേ. അങ്ങനെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ല കട്ടിയാർന്ന തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം അല്ലേ. തേങ്ങാപ്പാൽ ഒഴിച്ച് തിള വരുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്ത ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചെടുത്തോട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റിയായ മീൻകറി സെറ്റായിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് അടിപൊളി കറിയാട്ടോ. അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനാട്ടോ പോകുന്നത്. നിങ്ങൾ ലഞ്ച് കഴിച്ചോ? ഇല്ലെങ്കിൽ വായോട്ടോ, ഊണ് തരാട്ടോ. അടിപൊളി ഊണാണ്. അതിനുശേഷം നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഗോതമ്പ് ഉണക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോതമ്പ് ഉണക്കാനിടുന്ന സമയത്ത് ഞങ്ങളുടെ മുറ്റത്ത് അതിഥികൾ എത്തിയിട്ടോ. അടിപൊളി നല്ല മനോഹരമായ വീഡിയോ കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു കൗതുകമല്ലേ ഈ പ്രാവുകളെ കാണുമ്പോൾ. പണ്ട് സന്ദേശങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇവരുടെ കഴിവ് ഓർക്കുമ്പോൾ നമുക്ക് ഇവരിലെ ടെക്നോളജി അത്ഭുതപ്പെടുത്തും. ഈ ഗോതമ്പ് മണികൾ കൊത്തി തിന്നുന്നത് കാണുമ്പോൾ ഇവർ ഉണ്ടാക്കുന്ന ശബ്ദം, ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയല്ലേ. ആകാശത്തെ പറവകൾ ആഹാരം നൽകുന്ന പ്രകൃതിയുടെ കരുണ അത് കാണാൻ നമ്മുടെ മുറ്റത്തെ ഈ കാഴ്ച മതി കേട്ടോ. 3 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ്. 3 മണിക്ക് അടിപൊളി മാങ്ങാ ജ്യൂസ് കുടിച്ചു. അതിന് ശേഷം രാത്രിക്കുള്ള ഫുഡ് തയ്യാറാക്കാനായിട്ട് ഒരു 5:30 ഇപ്പോൾ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തു. അതിന് ശേഷം തനി നാടൻ സ്റ്റൈൽ മത്തി മുളകിടാനായിട്ട് പോകുന്നത്. അപ്പോൾ മത്തി മുളകിടാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 10 ചെറുലങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി അരിഞ്ഞുകൊണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കേട്ടോ
എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമാട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളം ചേർത്തടിക്കാൻ പാടില്ല. ഇതേ രീതിയിൽ സെറ്റായി കിട്ടണമെങ്കിൽ, നല്ല ഫൈനായിട്ട് സെറ്റായി കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. തക്കാളിയിൽ നമ്മൾ ധാരാളം വെള്ളമില്ലേ, അതുകൊണ്ട് അധികം വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടുള്ളൂ. അങ്ങനത്തെ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചെടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു 2 ടീസ്പൂൺ. എന്നിട്ട് ഇതാ ഒരു 10-15 ചെറുള്ളി ചതക്കിയതും, അതേപോലെ തന്നെ സബോള, ഒരു മീഡിയം സൈസിൽ സബോളയുടെ പകുതി അരിഞ്ഞതും, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടുങ്ങായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നല്ല രീതിയിൽ അങ്ങോട്ട് വേവണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇവരൊക്കെ സെറ്റായോ? എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയേ? കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ലൈക്ക് അടിക്കുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ചെറുള്ളിയും പൊടിയൊക്കെ ചേർത്ത് അങ്ങോട്ട് പേസ്റ്റ് പരുവത്തിൽ സെറ്റാക്കി വെച്ചിരുന്നില്ലേ, അതങ്ങോട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 30 സെക്കൻഡോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിങ്ങായിട്ട് നല്ല രീതിയിലൊന്ന് നമ്മുടെ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് പോകുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാങ്ങയുടെ ആയാലും കുഴപ്പമില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിലേക്ക് എടുത്തത് വാളംപുളി കേട്ടോ. ഇതാ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇതാ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തിളച്ച് മറിയട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഇതാ നല്ല രീതിയിൽ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പുളി നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ അതിലേക്ക് ഒരു കപ്പ് വെള്ളാട്ടോ ഒഴിച്ചെടുക്കുന്നത്. നല്ല കുറുകിയ രീതിയിൽ കിട്ടണമെങ്കിൽ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് മറിയട്ടെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ പോകുന്നത്. അതിന് മുന്നേ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മത്തി അടിപൊളി ടേസ്റ്റാട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തങ്ങായിട്ട് ഒന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ വീഡിയോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മൂടി വെച്ചങ്ങായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ തിളച്ച് മീനൊക്കെ കുക്കായി വന്നിട്ട് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചാറിങ്ങായിട്ട് ഒന്ന് ചിറ്റിച്ചെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാട്ടോ ഈ മീൻകറിക്ക്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കിങ്ങായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാട്ടോ. ബാക്കിയുള്ള മീൻ മിളക് പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാനാട്ടോ പോകുന്നത്. എന്നിട്ട് ക്ലീനൊക്കെ ചെയ്ത ശേഷം നിസ്കരിക്കാൻ പോയിട്ടോ. അങ്ങനെ നിസ്കരിച്ച് വന്ന് കുട്ടികൾക്ക് ഫുഡ് എടുക്കാണ്. കാണുമ്പോൾ തന്നെ അറിയാം പെർഫെക്റ്റാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.